ഉമ്മയോട് പറഞ്ഞാൽ ഇത്രയും വലിയ വീടാ വെക്കാൻ പോകുന്നില്ല? ഇല്ല, പറഞ്ഞില്ല. എന്നെ കുറ്റം പറയാൻ പറ്റൂല, ഫുൾ ക്യാമറയാണ് ഇവിടെ. ഇവിടെ അല്ല, ഉള്ളിലില്ല. ഉള്ളിലൊക്കെ ഉണ്ട്. എവിടെ നിങ്ങൾക്ക് ഐസി വെച്ചാ നിൽക്കുന്നത് ചിപ്പ്. ഇവിടെ കേൾക്കുമ്പോൾ തുണക്കാര്യത്തിന് വിളിച്ചിട്ട് ഈ ചങ്ങായി അങ്ങനെ തന്നെ നേരം വൈകിട്ടാ വരിക, അതൊക്കെ ഞാൻ അവിടെ ഇരുന്ന് കേൾക്കുക. ഉമ്മ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ആദ്യം ചെക്ക് ചെയ്യുന്നത് എവിടൊക്കെ ഉണ്ട് ക്യാമറ എന്നല്ലേ? ഉമ്മയ്ക്ക് അറിയില്ല എവിടൊക്കെ ഉണ്ടെന്ന്. ചക്കര പറഞ്ഞൊന്നും ചുറ്റുണ്ട്. പിന്നെ എവിടെ പോയി മൂത്ര പുറത്തൊന്നും പോയി മൂത്ര വയ്ക്കരുത്. ഇവര് തമ്മിലൊരു ബോണ്ടിങ് എങ്ങനെയുണ്ട്? നമ്മുടെ സീനുവും നമ്മുടെ ഉമ്മയും തമ്മിൽ ആത്മബന്ധം ബന്ധമൊക്കെ നല്ലുണ്ട്. നമ്മള് 2 കൊല്ലം കഴിഞ്ഞില്ല എന്നിട്ട് ഞാൻ ഇവളോട് ഒന്ന് അങ്ങോട്ട് നിൽക്കുന്നു ഞാൻ പറഞ്ഞില്ല കേട്ടോ. ചോദിച്ചു നോക്കുന്നത് എടുക്കുന്നല്ലേ പറയുന്നത്. പുതിയ വീട്ടിൽ വരുമ്പോഴത്തേക്ക് കുറെ കാര്യങ്ങൾ മാറും, നമ്മുടെ ശീലങ്ങൾ മാറും, കുറെ കാര്യങ്ങൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും. എന്താ എവിടെ എങ്ങനെ സ്വിച്ച് ഒക്കെ ഇടുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? അവിടെ ചിലപ്പോ 1-2 സ്വിച്ചേ കാണത്തുള്ളൂ. എല്ലാം ഇട്ടാലും ചിലപ്പോ കത്തൂല. അപ്പൊ ഇടുന്നത് ഇട്ടിട്ടുണ്ടായില്ല. അത് കണ്ണ് കാണൂല, നമുക്ക് ഒരു കണ്ണ് പീസാ. അപ്പൊ ആൾക്കാരെ പേടിച്ചിട്ട് കണ്ണിന്റെ മറവ് വെച്ച് നടക്കുക. ഡോക്ടർ പറഞ്ഞ് കണ്ണട യൂസ് ചെയ്യണമെന്നാണ്. കണ്ണട വെക്കുമ്പോ ഉമ്മാക്ക് കണ്ണിന്റെ പ്രശ്നമുള്ളത് നാട്ടുകാർക്ക് അറിയൂല. നമ്മൾ ഈ പെര വെച്ച് പുതിയ പെരയ്ക്ക് മാറിയപ്പോ ആചര കണ്ണ് വെച്ചു, കണ്ണട വെച്ചുന്നാ പറയാ. അപ്പൊ അത് വേണ്ട, കണ്ണു പോയാലും പറഞ്ഞ നാട്ടുകാരെ എന്റെ കണ്ണു പോയാലും പ്രശ്നമില്ല. പ്രശ്നമല്ല, നാട്ടുകാരെ തൊള്ളയിലത്ത് കേൾക്കാൻ പറ്റില്ല. ഉമ്മന്റെ കുടുംബത്തിൽ ഒരു പുരോഗതി ഇല്ലാത്ത ആൾ ഉമ്മ മാത്രമായിരുന്നു. പക്ഷെ ഇന്നും ഉമ്മാക്കെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അതാണ്, കുറച്ച് വൈകിയാണല്ലോ നമുക്ക് ആ സന്തോഷങ്ങളൊക്കെ ദൈവം തരും. ആ സന്തോഷം കിട്ടിയില്ലേ ഇപ്പോ? അതായത് ഒന്നുമില്ലാതെ എങ്ങനെ ജീവിക്കാമെന്നും പഠിച്ചു, എന്തെങ്കിലും ഉണ്ടായിട്ടും എങ്ങനെയാണ് ജീവിക്കാമെന്നും പഠിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ സമാധാനം കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന പൈസ ഇല്ലാത്ത കാലത്താണെന്നും പഠിച്ചു. അന്ന് പക്ഷെ നമുക്ക് 800 രൂപ ശമ്പളം അല്ലെങ്കിൽ 500 രൂപ ശമ്പളം ആണെങ്കിലും നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങളില്ല. ആ 800 രൂപക്കുള്ള ജീവിതം ജീവിക്കാന്നുള്ള ആഗ്രഹങ്ങളേ ഉള്ളൂ. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ് ആൻഡ് സ്നേഹ. ഞാൻ ഇന്നുള്ളത് നമ്മുടെ കേരളത്തിന് സ്വന്തം ഇന്റർവ്യൂ സ്റ്റാറിന്റെ വീട്ടിലാണ്. എനിക്ക് തോന്നുന്നു ധ്യാൻ ചേട്ടൻ കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ കൊടുക്കുന്നത് നൗഫലും കുടുംബമായിരിക്കും അല്ലെ നൗഫലെ? അല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടാവും. അല്ല, ഇന്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുക, അല്ല എല്ലാരോടും എനിക്ക് ആരോടും ഞാൻ പറയാൻ അറിയൂല ആണല്ലേ. പിന്നെ മെയിൻ ആയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ആശിച്ചൊരു വീട് വെച്ചല്ലേ എല്ലാരും അല്ലേ? ഓക്കെ, ഈ 2025 പുതുവർഷത്തിലേക്ക് കടക്കുമ്പോഴത്തേന് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു പൊതുവെ സന്തോഷമുള്ളൊരു കാലഘട്ടമാണ്. കുറച്ചൊക്കെ അവിടെ ഇവിടെയും പല ന്യൂസുകൾ കണ്ടാൽ പോലും നമ്മൾ പേഴ്സണലി എടുക്കുമ്പോഴത്തേന് എല്ലാവർക്കും സന്തോഷമുള്ളതാണ്. ഇപ്പോൾ ഉമ്മയ്ക്കും അതേപോലെ സിനുവിനും നൗഫലിനും എല്ലാം വളരെ സന്തോഷമുള്ള ഒരു വർഷമാണ്. എല്ലാവിധ വിശേഷങ്ങളും പുതിയ വീട്ടിലേക്ക് വന്നു. ഇപ്പം നമുക്ക് ചക്കരക്ക് വാവ ഉണ്ടാവാൻ പോകുന്നു. അപ്പം മൊത്തം സന്തോഷം. ഉമ്മയ്ക്ക് എന്ത് സന്തോഷമല്ലേ? എങ്ങനെയുണ്ട് വീട്ടിലൊക്കെ പുതിയ വീട്ടിൽ വന്നിട്ടുള്ളൊരു ജീവിതം? എത്ര നാളായി വന്നിട്ട് ഇങ്ങോട്ടേക്ക്? 29-ാം തീയതി കൂടിയിരുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് ഈ 20 ദിവസത്തെ ഇവിടുത്തെ ജീവിതം? സുഖാണ്, നല്ല വിലാസമുള്ള ഒരു പേര ആണല്ലേ. ഉമ്മ ഇതുപോലൊരു പേര ആഗ്രഹിച്ചിട്ടുണ്ടോ മുമ്പ്? ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ. കാര്യം ഞാൻ പറയാം, നമുക്ക് ആഗ്രഹിച്ച കിട്ടൂലെന്നായിരുന്നു. ഇപ്പൊ അൽഹംദുലില്ലാ ആഗ്രഹിച്ചു. നമ്മളിങ്ങനെ പറയാറില്ലേ, ഒരു കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ. സത്യമാണ്. ഡയലോഗ് വേറെ, ഒരു കുണ്ടിന് അല്ല, ഒരു കുന്നിന് ഒരു കുണ്ട് കയറി. ആ കുണ്ടെന്ന് ചിലപ്പോ നമ്മൾ ആ കുന്നത്തേക്ക് കേറിയാലോ പിന്നെ വീണ്ടും കുണ്ടിൽ തന്നെ ഇറങ്ങുമോ? അത് ആലോചിക്കണോ? ആലോചിച്ചെങ്കിലേ പ്രശ്നം. അതെ. ഇപ്പം പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ അവിടുന്ന്? അവിടുന്ന് കുറെ മിസ്, ഇടവഴി മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുത്തെ കാറ്റ്, അവിടെ മലയുടെ ഇതാണ് നല്ല, ഇവിടത്തേക്കാൾ സുഖാട്ടോ അവിടെ. ചെറിയ പെരയാണെങ്കിലും സുഖം അവിടെ. അല്ല, പ്രകൃതി കൊണ്ട് ഭംഗി അവിടെയാണ്. പക്ഷെ ആ പ്രകൃതി ചിലപ്പോ നമ്മളെ ക്രൂശിക്കുന്ന ടൈമുകളുണ്ട് മഴക്കാലത്തൊക്കെ. അതല്ലാതൊക്കെ ഏറ്റവും നല്ല സുഖമുള്ള ഒരു ഏരിയ ആണ്. കാരണം മഴക്കാലത്ത് നമുക്ക് അവിടെ ബാത്റൂമുകൾ നിറയുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ ഉള്ളിലോട്ട് വെള്ളം വരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ വഴികളിലൂടെ നമുക്ക് നടക്കാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ എന്നേക്കുമായിട്ടുള്ള പ്രശ്നമാണ് പോസ്റ്റുമ്പോൾ കൂടെ ഒന്നും ലൈറ്റ് ഇല്ലാത്ത പ്രശ്നം. നമ്മളവിടെ ഇരുന്നതിന് ശേഷം ആകെ ഒറ്റ പോസ്റ്റിലാണ് നമുക്ക് പഞ്ചായത്തിൽ ലൈറ്റ് ഇട്ടത്. 15 കൊല്ലത്തിന്റെ ഉള്ളില്. അങ്ങോട്ട് നൗഫലിന്റെ വീട് മാത്രമേ ഉള്ളായിരുന്നു? അല്ല, അങ്ങോട്ട് മൊത്തം ഞങ്ങൾ വീട് വെക്കുന്ന ടൈമിൽ അവിടെ ഉള്ള വീടുകൾ എത്ര എണ്ണമെന്ന് അറിയോ? നമ്മുടെ 2 വീടും ചേച്ചിയുടെ വീടും
അലൂക്കായുടെ വീട് മാത്രമേ 3 വീടുണ്ടായിരുന്നുള്ളൂ. 3 വീടേ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അപ്പുറത്തിന്റെ അമ്മയുടെ മോള് പെരയിറ്റിയത്. പിന്നെ ഞങ്ങൾ 2 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു അവിടെ. അവിടെ ഞങ്ങൾ അപ്പഴ ഉണ്ണിക്കുട്ടേട്ടൻ്റെ അവിടെ പോയി കിടക്കുക. ഇപ്പൊ എല്ലാരും എനിക്ക് തോന്നുന്നു ഈ വലിയ വീടിനെ പറ്റി സംസാരിക്കുന്നത്, പക്ഷെ അവിടെ ജീവിച്ച ഒരു സാഹചര്യവും അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ ഈ ഒരു സമ്പന്നതയ്ക്കുള്ളിൽ നമ്മൾ അവിടെ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കിനും അവിടുത്തെ ഉള്ളൊരു സിറ്റുവേഷൻ ഇവിടുത്തെ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് മെയിൻ? അനക്ക് എന്താ വ്യത്യാസം തോന്നിക്കണേ? വ്യത്യാസം എന്താ വെച്ചാൽ വേഗം പണി ചെയ്യും. എവിടുത്തെ അവിടെ വേഗം പണി കഴിയും. അതെന്താ? ചെറിയ കുറച്ച് വലുതല്ലേ, മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച്. ഞാൻ ഇവരോട് ആദ്യം പറഞ്ഞായിരുന്നു, എന്ത് വീട് പണിക്കാരൊന്നും വെക്കൂല, നിങ്ങൾ തന്നെ അടിച്ചോരണം കൊടുക്കണം. എന്താന്ന് വെച്ചാ ഇവരൊക്കെ ആദ്യമേ പറയും സ്ഥലല്ല അൽമാരയിൽ സ്ഥലല്ല. ഈ പെണ്ണുങ്ങളെ കുറ്റം പറയല്ല. പെണ്ണുങ്ങളുടെ പൊതുവേ ഉള്ളൊരു കാര്യം എന്താ അറിയും, നമുക്കിനി എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും ആ ഡ്രസ്സ് ഓൾക്ക് പിന്നെ ഓൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ടായാലും മതിയാവില്ല. ആ അതേ ഡ്രസ്സ് വെക്കാൻ അലമാറയിൽ സ്ഥലം ഉണ്ടാവില്ല. കാരണം ഈ ഡ്രസ്സ് ഇങ്ങനെ വെച്ചിങ്ങാണ്ട് ഇതൊന്നും മാറ്റൂലല്ലോ. ഓലെ പരാതികൾ തീരൂല. അതായത് നമുക്ക് 3 അലമാര ഉണ്ടെങ്കിൽ 4 അലമാര ഉണ്ടെങ്കിൽ ഒക്കെ ഓരോ ഡ്രസ്സാണ് ഉണ്ടാവുക. പക്ഷെ അതിലൊന്നും ഓൾക്ക് എന്താ വെച്ചാൽ പരാതികൾ തീരുന്നു. അതായത് വെക്കാൻ സ്ഥലം ഉണ്ടാവൂല, തുണിയുണ്ടാവില്ല. അതെ സത്യല്ലേ? അല്ല സത്യല്ലേ? ഇച്ച് കുറച്ചുള്ളൂ കേട്ടോ. 5-6 മാക്സി 2-3-4 പർദ്ദ തന്നെയുള്ളൂ. അത് വെക്കാനുള്ള സ്ഥലം എന്റെ അൽമറക്കൂട് കൊടുക്കൂല. എന്താ ചെലി അടിച്ചോളൂ വെച്ചിട്ട് ഇവള് ഒക്കെപ്പാടെ കട്ടിന്റെ ചുട്ടിലേക്ക് ഒക്കെപ്പാടെ അങ്ങ് തിരിയും. അല്ല ഉമ്മ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മക്ക് പുതിയത് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പെരുന്നാളോ ഒരു ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ ആ പുതിയത് ഇടൂല. അത് ഇടലെപ്പോഴാന്നറിയോ? അടുത്ത പെരുന്നാൾക്കൊക്കെയോ നമ്മളാ പെരുന്നാൾ, അതായത് അത് ഇങ്ങനെ വെക്കും അവിടെ. ചിലപ്പോ ഞാൻ അത് പിന്നെ പുതിയത് കാണാൻ എലിയൊക്കെ കടിച്ചിരിക്കും. ഉമ്മയ്ക്ക് അവിടെ നിന്നപ്പോഴേ പുതിയ വീടൊക്കെ വെക്കുമ്പോഴേ ഓക്കെ ഇവിടെ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ എനിക്ക് അവിടെ വേണോന്നൊക്കെ കുറെ നിർബന്ധം ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു ഉമ്മ? ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞു 5 എന്ത് സാധനങ്ങൾ എടുത്തോ, ഈ ചട്ടിയും മാത്രം ഇവിടെ ഇരുന്നോട്ടെ, ഗ്യാസും അടുപ്പും തരില്ല എന്ന് പറഞ്ഞു. അതവിടെ ഇരുന്നോട്ടെന്ന്. അപ്പൊ ഉമ്മ ഒരു ആഗ്രഹം പറഞ്ഞില്ല പുതിയ വീടിനോ? വീടിന് അങ്ങനെ ആഗ്രഹം ഉമ്മക്കും വാപ്പക്കും അവിടുന്ന് വരാൻ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഉപ്പുണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ ആയിരിക്കും, ഇങ്ങോട്ട് വരില്ല. അതായത് ഉപ്പാക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിനോടാണ് ഈ പഴയ ആൾക്കാര് എന്നാലും, അതായത് കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവര് ഇരുന്ന വീടുകൾ തന്നെ അവർക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ. അവർക്ക് പുതിയ എന്ത് മാളിക കെട്ടി കൊടുത്താലും അവർക്ക് ആ ഒരു വീടും അവിടുത്തെ അറ്റ്മോസ്ഫിയറും ഒക്കെ അവരുടെ പ്രിയ ഉണ്ടാവും. അതേമാതിരി ആ കൂട്ടത്തിൽ പെട്ടാണ്. അല്ല ഉമ്മ ഇപ്പൊ പറഞ്ഞ കാര്യം ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മ അവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു, എന്നാൽ നൗഫലിന്റെ കാര്യം തീർന്നു അല്ലേ? അല്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ വീഡിയോ എടുക്കാൻ അവിടെ വരും. അല്ല ഉപ്പ അവിടെ, നൗഫൽ ഇവിടെ. ഇപ്പൊ യൂട്യൂബേഴ്സ് എന്ത് പറയും? നൗഫൽ ഉമ്മയും ഉപ്പേനെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്നില്ല അത് പറയും അല്ലെ? എന്തോ അവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് അങ്ങനെ പറയത്തുള്ളൂ അല്ലേ? അപ്പൊ ഇവര് 10 മിനിറ്റ് മുണ്ടിയില്ലാന്നുണ്ടെങ്കിൽ ഇവര് രണ്ടാളും അമ്മായിമ്മക്ക് എന്തോ പ്രശ്നം മരുകൾക്ക് എന്തോ പ്രശ്നം. ചില എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഈ പലരും പല തന്ത്ര മക്കളാണല്ലോ. അല്ല ഓപ്പണായിട്ട് പറയാം, അതായത് പല അച്ഛന്മാരെ മക്കളാണ്. ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളുണ്ടാവും. അതായത് ഇപ്പോ നമ്മൾ ചിലപ്പോ ഫുൾ ഓപ്പൺ മൈൻഡ് ഉള്ള ആളുകളാവാം. അതുകൊണ്ട് നമുക്ക് എന്തും വീഡിയോയിൽ വെട്ടി തുറന്നു പറയാം. ചിലപ്പോൾ ഇവള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് ഇവളുടെ പ്രൈവസിയും കാര്യങ്ങളും നോക്കുന്ന ആളാവാം. അപ്പൊ അവൾക്ക് അവളുടേതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പോലെ വേവിച്ച് വയ്ക്കാൻ പറ്റൂലല്ലോ. ഇപ്പൊ വെച്ചാൽ ഇവര് പൊതുവെ ഇവരെ വീട്ടുകാർ അങ്ങനെ ഒരു സംസാരപ്രിയന്മാരെ എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ആവശ്യത്തിന് മാത്രം മൂടുന്ന ആൾക്കാരാണ്. ഉമ്മാന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല ഈ രാവിലെ ഈ പൂരപ്പറമ്പെന്നൊക്കെ ഒരു ബൊമ്മയെ കിട്ടുമല്ലോ, അതേമാതിരി തിരിച്ചു കൊടുത്തതിന് കുറെ നേരം പൊട്ടിയും കൊണ്ട് വെക്കും. ഇവര് തമ്മിലൊരു ബോണ്ടിങ് എങ്ങനെയാണ്? നമ്മുടെ സീനുവും നമ്മുടെ ഉമ്മയും തമ്മിൽ ഭയങ്കര ബന്ധമൊക്കെ നല്ലുണ്ട്. ഇവള് 2 കൊല്ലം കഴിഞ്ഞില്ല. എന്നിട്ട് ഞാൻ ഇവളോട് ഒന്ന് അങ്ങോട്ട് നിൽക്കുന്നു ഞാൻ പറഞ്ഞില്ല കേട്ടോ. ചോദിച്ചു നോക്കുന്നത് എത്തുന്നിട്ടല്ലേ പറയുന്നത്. എടിപടി എന്നൊക്കെ വിളിച്ചു. അതിന്റെ മക്കളോട് പറയും പോലെ ഞാൻ 2 പെൺകുട്ടികൾ ഞാൻ എടി എടി വിളിച്ച ജയിലെന്താ കൊത്തു കൊല്ലൊന്നല്ലേ എടി ഉണ്ട് വായോ എന്നൊക്കെ പറയും. അല്ലാണ്ട് ഞാന്
ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഉമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ പരാതിയുള്ള എന്ത് കാര്യത്തിനാ? ഐ മീൻ അങ്ങനെ ഒത്തിരി വലിയ പരാതി ഒന്നും അല്ല, എന്നാലും മക്കളോടൊക്കെ പോലും പറയുന്ന ഒരു പരാതി എന്താ? ഇപ്പൊ ചിലപ്പോ അടുക്കളയിലെ കാര്യമായിരിക്കും, ചിലപ്പോ നമ്മൾ തുണിയൊക്കെ മടക്കി വെക്കാത്തനായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടോ ഉമ്മയ്ക്ക്? പരാതി ഉണ്ടോ? ഇച്ചൊരു പരാതി ഞാൻ ഇന്നത് പടക്കി വെക്കും, ഓളത് പടക്കി വെക്കും, അതിനിപ്പോ എന്താ പരാതി? അല്ല, എന്നാലും ചില കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യാതൊക്കെ ഇരിക്കുമ്പം അത് ചെയ്യുക എന്നൊക്കെ പറയാറുണ്ടോ ഉമ്മ? ഇല്ല, ഒന്നും ചെയ്യാറില്ല. ആണെങ്കിൽ ചെയ്തോട്ടെ, വേണമെങ്കിൽ ചെയ്താൽ മതി അത്. ഞാൻ എന്റെ പണി എളുപ്പെടുക്കും. ഇച്ചെന്താണ് എളുപ്പം പണി ചെയ്യണം, എളുപ്പം കഴിച്ചിട്ട് പാത്തിരിക്കണം. ഞാൻ കൊഴിഞ്ഞാച്ചിട്ടാവുമ്പോ ഞാൻ അങ്ങോട്ട് നോക്കുന്നല്ല. ഈ പഴയ വീട് നമ്മൾ പുതിയ വീട്ടിലേക്ക് വരുമ്പോഴേ, പഴയെന്ന് വെച്ചാൽ നമ്മള് എന്തായാലും ഓഫ് കോഴ്സ് ചെറിയ വീടായിരുന്നു, അപ്പൊ അതിനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. പുതിയ വീട്ടിൽ വരുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ മാറും, നമ്മുടെ ശീലങ്ങൾ മാറും, കുറെ കാര്യങ്ങൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും, എന്താ എവിടെ എങ്ങനെ. ഇപ്പൊ എന്താ പറയുക, ഈ സ്വിച്ച് ഒക്കെ ഇടുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? അവിടെ ചിലപ്പോ 1-2 സ്വിച്ചേ കാണത്തുള്ളൂ, ഇവിടെ വരുമ്പോഴത്തേന് എല്ലാ റൂമിലും 10-12 സ്വിച്ച്. എല്ലാം ഇട്ടാലും ചിലപ്പോ കത്തൂല, അപ്പൊ ഇടുന്നത് ഇട്ടിട്ടുണ്ടായില്ല. ഇല്ലട്ടോ, അത് പറയാ കണ്ണിന് ചെറിയ അത് വെള്ളയിട്ട് വന്നിക്കാണ്, അത് കണ്ണാടട്ട ശരിയാവും. കണ്ണാടൊക്കെ ഉണ്ട്, പക്ഷെ ഇടൂല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. ഇനി ആൾക്കാർ പറയോ ഓള് പോലെ വലിയൊരു വീട് വെച്ചിട്ട് ഇപ്പോൾ കണ്ണാടയായിട്ട് നടക്കാൻ തുടങ്ങിയത്. ആൾക്കാരെ പേടിച്ചിട്ട് കണ്ണിന്റെ മറവ് വെച്ച് നടക്കുക. ഡോക്ടർ പറഞ്ഞ കണ്ണട യൂസ് ചെയ്യണമെന്നാണ്. കണ്ണട വെക്കുമ്പോ ഉമ്മ പറയുന്നത് എന്താണെന്നറിയോ? അതൊരു പൗറാണ് പറയാം ആൾക്കാർ. കണ്ണട വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇന്നെ കുറ്റം, ഞാൻ ഇവരോട് പറയുന്നത്, ആൾക്കാർ കുറ്റം പറയുന്നത് നമുക്ക് അവർക്ക് കണ്ണാട എന്തിനാ പറഞ്ഞിട്ടുണ്ട്. പഴമക്കാര് പറയാം 1000 കുടത്തിന്റെ വായ നമുക്ക് അടക്കാം, പക്ഷെ ഒരു മനുഷ്യന്റെ വായ മൂടാൻ പറ്റില്ല, അടക്കാൻ പറ്റൂല. അതേമാതിരിയാ ഉമ്മാക്ക് പേടിയാണ്. അതായത് ഉമ്മാക്ക് അതുപോലെ ഞാൻ കണ്ണാടിന്റെ റോട്ടിക്കൂടെ ഈ ആചാറാത്ത കണ്ണാട ഇടാൻ തുടങ്ങി. അതാണ് സത്യം. അതായത് ഉമ്മാക്ക് കണ്ണിന്റെ പ്രശ്നമുള്ളത് നാട്ടുകാർക്ക് അറിയൂല. നമ്മൾ ഈ പെര വെച്ച് പുതിയ പെരേക്ക് മാറിയപ്പോ ആചാര കണ്ണു വെച്ചു, കണ്ണാട വെച്ചു എന്നാ പറയാ. അപ്പൊ അത് വേണ്ട, കണ്ണു പോയാലും പറഞ്ഞില്ല നാട്ടുകാരെ പറഞ്ഞു. എന്റെ കണ്ണു പോയാലും പ്രശ്നമല്ല, നാട്ടുകാരെ തൊള്ളയിലത്ത് കേൾക്കാൻ വെച്ച. അതിപ്പോ ഉമ്മ കണ്ണാടി വെച്ചാൽ ഇല്ലല്ലോ അവര് പറയുമല്ലേ? അപ്പൊ അതിലും നല്ലത് കണ്ണെങ്കിലും സംരക്ഷിച്ചു. ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ആ നാട്ടിലെ വാക്ക് കേൾക്കണ്ട, നിങ്ങളെ കണ്ണ് നോക്കിക്കോളി. അപ്പൊ ഇത് പറ, ഇപ്പൊ ഇവിടെ വീട്ടിൽ വന്നപ്പോഴത്തേന് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രശ്നമായിട്ട് തോന്നുന്നത്? ഇവിടെ പ്രശ്നങ്ങളല്ലേ മൈ ഡോട്ടർ നീച്ചു. കുഞ്ഞു കാരനോട് നമ്മുടെ സിനു അങ്ങോട്ട് പോയേക്കുവാണ്. ഉമ്മ പറഞ്ഞു, ഇവിടെ ഉമ്മയ്ക്ക് ഉള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ? അതായത് വിളിച്ചാ കേൾക്കൂല, ഒരാവശ്യത്തിന് വിളിച്ചാ ഒരാളും ചിലപ്പോ ഓള് കുട്ടി ഉടന്നോ ചോദിച്ചാൽ ഓള് മുണ്ടണില്ല, അപ്പൊ കേട്ടിട്ടില്ല. അല്ല നമുക്കെന്താ വീട് കുറച്ച് വലിപ്പം. പിന്നെ അതിൽ അടുക്കളയിൽ പിന്നെ ആ മറ്റേ കുന്ത്രാണല്ലോ ഗ്യാസിന് ഇങ്ങനെ അത് വിമാനം പോകുമ്പോലെ അടുക്കളയിൽ നിന്ന് ആരും വിളിച്ചാലും കേൾക്കൂല. അല്ല അടുക്കളയിൽ ആ ചിമ്മിനി, പുതിയ ഇലക്ട്രിക് ചിമ്മിനി ആവുകൊണ്ട് അതിന്റെ സൗണ്ട് ഉണ്ടാവും. അപ്പൊ അവിടെ ഒന്നും കേൾക്കുന്നില്ല എന്നുള്ള പരാതികൾ. നമ്മളിപ്പോ ഇവരിപ്പെടുന്ന നമ്മളോട് എന്തെങ്കിലും പറയാണ്, പാത്രം കൊണ്ടുവരിക, ഗ്ലാസ് കൊണ്ടുവരിക, നമുക്ക് കേൾക്കൂല. അപ്പൊ ഇവിടുന്ന് പറയും ഉമ്മയ്ക്ക് എന്താ ചെവി കേട്ടൂടെ? മറ്റേ വീട് എന്ന് പറഞ്ഞാൽ 4 ചുമരുകൾക്കുള്ളിൽ നമ്മൾ എവിടെ നിന്ന് തുമ്മിയ പോലെ എല്ലാവർക്കും കേൾക്കുന്ന മാതിരിയാണ്. അപ്പൊ പിന്നെ ഇവിടെ അതായത് ആ വീട്ടിൽ നിന്ന് ഈ വീട്ടിലോട്ട് എത്തിയപ്പോ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജീവിത രീതിയിൽ മാറിയെടുക്കും, മൊത്തത്തിൽ മാറിയെടുക്കും. ഇപ്പൊ എന്റെ കാലമൊക്കെ ചെരുപ്പാ, നടക്കാൻ ഞാൻ പഠിച്ചു. അല്ല അത് ഒന്നാമത് ഞാൻ ചവിട്ടി ചളിയാക്കണ്ട, ഇവരെന്നെ അടിച്ചോരി തുടക്കണമല്ലോ. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും കാലിലാണ്ട് കയറല്ല. കാരണം ഓള് നേരത്തെ പറഞ്ഞു വേഗം പണി കഴിയുമെന്ന്. ഇവിടെ പണി കഴിയുമ്പോ ഇവരെന്നെ പണി എടുക്കണ്ട. അപ്പൊ ഞാൻ കുറച്ച് നമ്മുടെ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റിയതാണ്. വേറെന്തൊക്കെ കാര്യങ്ങൾ ഞാനില്ലട്ടോ, ഞാൻ ഉള്ളിക്കട ചെരുപ്പിടില്ല. എന്ത് പറഞ്ഞാലും കാര്യം ചളിയാലും നല്ലപോലെ അടിച്ചു. നമുക്ക് ഉള്ളിക്കട ചെരുപ്പിടാനുള്ള നിയമല്ലേ? വകുപ്പില്ല. ചിലര് അതിനകത്തൊന്നും പറയാൻ നിൽക്കണ്ട, പഞ്ഞിക്കിടും ആൾക്കാര്. നമ്മൾക്ക് അത് പഠിക്കാനിട്ടാണ് ആദ്യം മുതലേ ശീലിച്ച കാര്യമാണെങ്കിൽ നമുക്ക് ശരിയാവും. പക്ഷെ ഇപ്പൊ ടൈൽസ് അല്ലേ വാപ്പ മരിച്ചന്ന് നല്ല മഴക്കാലായിരുന്നു. അപ്പൊ ഞാൻ നിലത്തൊക്കെ തുറക്കുമ്പോ പിന്നെ നല്ല തണുപ്പ് കയറുമ്പോ എന്റെ ചക്കര ചെരുപ്പ് ഇടുന്നു ഉള്ളിക്കടടി കുറച്ച് നേരം ഇട്ടു, പിന്നെ നടൂല. ഇത് ഉമ്മയ്ക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. നമുക്ക് തന്നെ ഞാൻ ഒരുവിധം പിന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, ടൈൽസിലാണ് ചെരുപ്പ് ഇട്ടോടെ. അപ്പൊ പിന്നെ പറയുന്നതിനൊരു കെട്ടിയിടാനോ കെട്ടിയിട്ട് ചെയ്യാനോ പറ്റുന്ന കാര്യമല്ല. കൊച്ചു പിള്ളേരല്ലോ, പ്രായമുള്ള ആൾക്കാരാണ്. പിന്നെ പ്രായം കൂടുന്തോറും കൊച്ചു പിള്ളേരന്മാരെ ആവും എന്നൊക്കെ പറയുന്ന കേൾക്കാം. വാശിന്ന് വെച്ചാൽ ആ വീട്ടിൽ നിന്ന് വാശിയില്ല കേട്ടോ. വാശി ഉണ്ടെങ്കിൽ ഇന്നെ അവിടെ കിട്ടൂല, ഞാനിവിടെ പിടിച്ചാ നിൽക്കൂല. പിന്നെ നമ്മക്ക് എങ്ങനെയാ വെച്ചാ നമ്മളൊരു പോക്കാണ്, ഒരു വരവാണ്. ഒരു പോക്ക് വരവാണ്.
അവിടെ വീട്ടിൽ പോയി നിൽക്കാറുണ്ടോ ഉമ്മ? എന്റെ വീട്ടിൽ പോയി. ആ, ഉമ്മയുടെ വീട്ടില്. ഉമ്മാന്റെ വീട്ടില് അതെവിടെയാ? അതവിടെ അടുത്ത് തന്നെയാണ്, നടക്കാനുള്ള വഴിയൊക്കെ തന്നെയുള്ളൂ. ആഹാ. അവിടൊക്കെ എല്ലാവർക്കും സന്തോഷാണോ ഈ വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന്? ആഹാ. ഈ വീട്ടിലെ ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പോ മെയിൻ ആയിട്ട് എവിടാണ് ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത്? ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെ? ഉമ്മാന്റെ കുടുംബത്തിൽ വേറൊരു വീട്ടും കൂടി ഉണ്ടല്ലേ അമ്മ? ഉമ്മാന്റെ കുടുംബത്തിൽ ഒരു പുരോഗതി ഇല്ലാത്ത ആളുമ്മ മാത്രമായിരുന്നു. അതെ, അതായത് ഒരു മെച്ചവും ഇല്ലാത്തത്. കാരണം ഉമ്മാന്റെ ബാക്കിയുള്ള 2 ഏട്ടത്തികളും ആങ്ങളമാരൊക്കെ എല്ലാരും നല്ല സെറ്റപ്പിലാണ്. ഉമ്മ മാത്രമാണ് എന്തുണ്ടാവുന്നത്, അതിലത്തെ അസു, അതിലത്തെ ഒന്നുമില്ലാത്ത ഒരാള്. പക്ഷെ ഇന്നും ഉമ്മാക്കെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അതാണ് കുറച്ച് വൈകിയാണല്ലോ നമുക്ക് ആ സന്തോഷങ്ങളൊക്കെ ദൈവം തരും. ആ സന്തോഷം കിട്ടിയില്ലേ ഇപ്പോ? നമുക്ക് ഈ പക്ഷെ വേറെ ലൈഫിൽ വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് കുറെ പൈസ ഉണ്ടാക്കാം, കാറ് വാങ്ങാം, ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുഭവിച്ചറിയാനുള്ളത് നമ്മൾ തന്നെ അനുഭവിച്ചറിയണം. ഇപ്പൊ ഇപ്പൊ ഞാൻ പറയാണ്, എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മ എനിക്കൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല വെച്ചിട്ട് വാപ്പാനും ഉമ്മാനും നമ്മൾ അവിടെ പഴി ചേരാൻ പാടില്ല. അതിനല്ല അവര് നമുക്ക് തന്ന ഏറ്റവും വലിയ കാര്യം നമുക്ക് തന്ന ജന്മം മാത്രമാണ്. നമ്മളെ ഭൂമിയിലോട്ട് പുതിയൊരു ജീവൻ തന്നു. അയച്ചിട്ട് അവര് സ്വത്തുക്കൾ ഉണ്ടാക്കിയില്ല വെച്ചിട്ട് അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് സ്വത്തുക്കൾ നമുക്കുണ്ടാക്കാലോ. അതായത് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ പലവരും പറയണാണ് എൻ്റെ വാപ്പ അത് ഉണ്ടാക്കി തന്നിട്ടില്ല, എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്നില്ല, എൻ്റെ അപ്പയൊക്കെ നോക്കിയ കണക്ക് ഉണ്ടാക്കി തന്നു. അതൊരു പഴിചാറൽ മാത്രമാണ്. ചിലപ്പോൾ അന്നത്തെ കാലത്ത് ചിലപ്പോൾ അവർ ഭക്ഷണം തരാൻ പോലും അവർക്ക് പറ്റിയെന്ന് വരുന്നുണ്ടാവില്ല. അവര് കഴിക്കാതെ നമുക്ക് ഭക്ഷണം തന്നിട്ടുണ്ടാവുക. നമുക്കൊരു ബുദ്ധി ഉറച്ച് നമ്മളെ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് എല്ലാവരും പോലെ ചിന്തിക്കുക. എല്ലാവരും പോലെ ചിന്തിക്കല്ല. ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് നോക്കിയിട്ട് നമ്മളെ വിലയിരുത്തുക. ഇപ്പോൾ നിങ്ങൾ അത്യാവശ്യം വലിയ കുഴപ്പമുള്ള ആളാണ്, വലിയ സെറ്റപ്പ് ഉള്ള ആളാണ്. അപ്പോൾ ഓന് കാറുണ്ട്, ഓന് ബൈക്കുണ്ട്, ഓൻ്റെ ഉപ്പ അത് വാങ്ങിക്കൊടുത്തു, ഓൻ്റെ ഉമ്മ അത് ചെയ്തു കൊടുത്തു, എൻ്റെ ഉമ്മ എനിക്കത് ചെയ്തെന്നില്ല വെച്ചാൽ എൻ്റെ ഉപ്പ അത് ചെയ്തെന്നില്ല വെച്ചാൽ നമ്മൾ വീട്ടുകാർ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് അതിന് ആരോഗ്യവും എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേടുക. നമ്മുടെ പഴയ തലമുറ അല്ലെങ്കിൽ നമ്മുടെ ഈ തലമുറ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് നോക്കാതെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വരുന്ന തലമുറയെ മാറ്റാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ചു ഇപ്പൊ അതിന് നമുക്ക് ഒരുപാട് ജീവിതം. ഇപ്പൊ ഞാൻ പറയട്ടെ, പൊതുവെ പറച്ച എനിക്ക് എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുതലുകൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഇല്ലല്ലോ. പക്ഷെ അവരിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിണി കടത്തിയിട്ടില്ല. അപ്പൊ അതന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ പട്ടിണി കടത്താന്ന് വെച്ചാൽ പട്ടിണി കടത്താത്തതുകൊണ്ട് നമുക്ക് എന്താണ്, എൻ്റെ വാപ്പ അത് ഉണ്ടാക്കി തന്നില്ല, എൻ്റെ ഉമ്മ ഉണ്ടാക്കി. പക്ഷെ നമ്മൾ അയിമെന്ന് എന്തെങ്കിലും നമ്മുടെ വേർപ്പ് അധ്വാനിച്ചിട്ട് പിന്നെ 1 രൂപയുടെ മുട്ടായി, ഒരു സൈക്കിളൊക്കെ നമ്മൾ അധ്വാനിച്ച് വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഒരു വാപ്പ വാങ്ങിച്ചു തരുമ്പോ വാപ്പ വാങ്ങിച്ചെന്ന സന്തോഷം ഉണ്ടാവും. പക്ഷെ നമ്മൾ അധ്വാനിച്ചൊരു സാധനം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് അതുമ്പോ ഡെയിലി നമുക്ക് ഭയങ്കര സന്തോഷങ്ങൾ ഉണ്ടാവുക. അങ്ങനെ തന്നെയല്ലേ? ഇതൊരു ശരിയല്ലേ? മറ്റേ വാപ്പ വാങ്ങിക്കൊടുത്ത അഥവാ കേടന്നാ പറയാ, അഞ്ഞ് ഞാൻ നേരേക്ക് തരില്ല, അവിടെ കടത്തോട്ടെ. അത് വലിയ പറയില്ലല്ലോ. ഞാൻ പറയാണ്, ഇപ്പൊ ഒരാള് വാപ്പന്റെ മുതലുകൊണ്ട് ഒരു BMW കൊണ്ട് പോവാ, ഒരു മകന് വാപ്പ BMW വാങ്ങിച്ചു കൊടുത്തു. നേരെ മറിച്ച് അപ്പുറത്തുള്ള ഒരാള് ഒരു ആൾട്ടോ 800 സ്വന്തം അധ്വാനിച്ച് വാങ്ങുമ്പോ വാല്യൂ മൂല്യം കൊണ്ട് BMW കൊണ്ട്, പക്ഷെ സ്വന്തമായിട്ട് വാങ്ങുന്നതിന് എന്ത് ചെറുതാണെന്നുണ്ടെങ്കിലും അതിനൊരു മനസ്സുഖ അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പലതും ജീവിതത്തിൽ പൈസ കൊണ്ട് കൊടുക്കാൻ പറ്റാത്ത പലതും ഉണ്ട്, ജീവിതാനുഭവങ്ങൾ. ഇപ്പൊ എന്റെ ലൈഫിലാണെങ്കിൽ പോലും ജീവിതാനുഭവങ്ങൾ ഞാൻ കുറെ പഠിച്ചു വന്നേ. അതായത് ഒന്നുമില്ലാതെ എങ്ങനെ ജീവിക്കാമെന്നും പഠിച്ചു, എന്തെങ്കിലും ഉണ്ടായിട്ടും എങ്ങനെയാണ് ജീവിക്കാമെന്നും പഠിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ സമാധാനം കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന പൈസ ഇല്ലാത്ത കാലത്താന്നും പഠിച്ചു. അന്ന് പക്ഷെ നമുക്ക് 800 രൂപ ശമ്പളം അല്ലെങ്കിൽ 500 രൂപ ശമ്പളം ആണെങ്കിലും നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങളില്ല. ആ 800 രൂപക്കുള്ള ജീവിതം ജീവിക്കാന്നുള്ള ആഗ്രഹങ്ങളേ ഉള്ളൂ. കാരണം വേറെ ആഗ്രഹിക്കാൻ പറ്റില്ലായിരുന്നു. ആ 800 റുപ്യയിൽ 200 റുപ്യ തരും അരിയും കൂട്ടമ്മക്കാരും വാങ്ങാൻ. ശനി ഞായറും പണിക്ക് പോകും. അപ്പൊ ആ ശനി ഞായറുച്ച് തരില്ല. ശനി ഞായറുച്ച് ലീവാണ്, നിങ്ങൾക്ക് പൈസ ഇല്ല, പണിക്ക് പോകും, പൈസ ഇല്ല. അങ്ങനെ വരും കൂട്ടിയിട്ടാണ് ഓരോന്ന്. ദിവസമൊക്കെ പണിക്ക് പോയ 200 റുപ്യ വെച്ച് കൊടുക്കും. പക്ഷെ എന്താ വെച്ചാൽ അതൊരു സന്തോഷമുള്ള സംഭവമാണ്. ആ 200ന്റെ കെട്ട് ഇപ്പോഴും ഇന്ത്യക്ക് ഒരു 1000 റുപ്യോളുണ്ട് അവന്റെ വയർപ്പിന്റെ. ഇപ്പൊ ഈ ഞാൻ നേരത്തെ നൗഫലിന്റെ ഇന്റർവ്യൂലും അതേപോലെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, എന്റെ ആഗ്രഹങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഞാൻ വീട്ടുകാരെ നോക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്
നമുക്ക് ആ സമയത്ത് സിറ്റുവേഷൻ കാരണം പൈസ ഇല്ല കയ്യില്ല, അപ്പൊ ഉള്ള പൈസ വീട്ടിലെ ചെലവുകളൊക്കെ നോക്കാൻ വേണ്ടി കൊടുക്കും. പക്ഷെ ഇപ്പം ആ അവസ്ഥ മാറി കുറച്ചൊക്കെ നമ്മളൊന്ന് സ്റ്റേബിൾ ആയി. അപ്പൊ അന്നത്തെ ആഗ്രഹങ്ങളൊക്കെ ഇപ്പം ചെയ്യുന്നുണ്ടോ സ്വന്തമായിട്ട്? ഇപ്പൊ സ്വന്തമായിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ എനിക്ക് വീടൊന്നും സ്വപ്നം ആഗ്രഹമായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്ര വലിയൊരു വീട് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ആഗ്രഹമായിട്ട് വന്നതാണ്, പല കാരണവും കൊണ്ട് ആഗ്രഹമായിട്ട് വന്നതാണ്. അതായത് എന്തെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്താ ലൈഫിൽ നേടി എന്ന് വെച്ചാൽ എനിക്ക് ധൈര്യത്തോട് പറയാലോ, ഈ ഒരു സംഭവം നേടി എന്ന് പറയാലോ. ഇത് പിന്നെ ചെയ്യാൻ പറ്റൂല എന്ന് ഒരുപാട് ആൾക്കാർ ഉമ്മ വരെ എന്നോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ ഒരു ആശയൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇത്ര വലിയ പെരയിട്ട് കടം പേറരുത്, സ്വന്തം പൈസ ചെയ്താൽ മതി. എനിക്ക് ഇരിക്കാൻ പെരല്ലായൊന്നുമില്ല, അതിലിരുന്നോ അങ്ങോട്ട് മെല്ലെ മെല്ലെ മെല്ലെ. പറഞ്ഞാൽ ഇത്രയും വലിയ വീടാ വെക്കാൻ പോകുന്നില്ല? ഇല്ല, പറഞ്ഞില്ല. അപ്പൊ ഉമ്മ എപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും വലിയ വീടാണെന്ന്? ഞാൻ ഇവർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എന്താ നമുക്ക് കടം പേടിയാട്ടോ, നമുക്ക് ആരും തരാല്ല. ഷിബിൾക്ക് പേടി ഉണ്ടായിരുന്നില്ല, അവൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഞാനത് ചെയ്യുന്നുണ്ടല്ലേ. ഉണ്ടായിരുന്നോ? അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ചെയ്യല്ലാതെ വേറെ വഴിയില്ലല്ലോ. അവളെ ആഗ്രഹത്തിനാണ് നമ്മൾ കിച്ചണൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് സെറ്റ് ചെയ്യണമെന്ന് അറിയോ? കിച്ചണിൽ നമ്മള് നമ്മുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഭക്ഷണം വെച്ചേ അവർക്ക് ഇനിയിപ്പോ എനിക്ക് പറയാലോ, എന്റെ ഇഷ്ടത്തിന് കിച്ചൺ ചെയ്തില്ലേ വെച്ചോണ്ടാ അറിയാം. മറ്റേത് നിങ്ങളോട് പറയത്തോളി എന്തൊരു കുറ്റാണ്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞ അലമാറയത്ത് അതേമാതിരി വ്രതില്ല. ഇതിപ്പോ കിച്ചണിൽ വരെ വാഷിംഗ് മെഷീനാണല്ലേ. ഇനി ഒന്നും പറയാൻ പറ്റൂല, ഒന്നും പറയാൻ പറ്റൂല. ഇത് മറ്റേ പറയുമ്പോ തുണി മുകളിലാണ്, നിങ്ങളോട് പറഞ്ഞില്ല അന്ന് ഞാൻ അടുക്കളയിൽ ചെയ്തരാം, ഇത് പറയാൻ പറ്റൂലല്ലോ. അന്ന് സിനിമ പ്രധാന പരാതി എന്താ? അന്ന് പരാതി എന്നല്ല, കുറെ ലിമിറ്റേഷൻസ് കാണുമല്ലോ. അപ്പം ഇത് ശരിയല്ല, ഇതൊക്കെ ഒന്ന് റെഡി ആക്കണ്ടേ എന്നൊക്കെ ഉള്ളൊരു പരാതി എന്തായിരുന്നു? ഈ പൊതുവെ ഈ പെണ്ണുങ്ങളുടെ ഒരു കാര്യം, മൊത്തം പെണ്ണുങ്ങളെ കുറ്റം അങ്ങനെ പറയാലോ കേട്ടോ. പൊതുവെ എന്റെ കാര്യം പറയാം, ഇവളുടെ കാര്യം കേട്ടോ. പൊതുവെ എല്ലാ കാര്യമല്ല എന്റെ പെണ്ണ് അങ്ങനെ ബാക്കിയുള്ളവർ അങ്ങനെ ആക്കരുത് അല്ല, കുറ്റം പറയല്ല. ഇവർക്ക് എന്താ വെച്ചാൽ സങ്കല്പങ്ങൾ കൂടുതലാവും, അതായത് പ്രതീക്ഷകളും സങ്കല്പങ്ങളും കൂടുതലാവും. കുറ്റം പറയല്ല, അതായത് ഇവർക്ക് ആഗ്രഹിച്ച സാധനം അതേപോലെ ഇവർക്ക് അതേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതെങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ചിലപ്പോൾ അവർക്ക് അറിയുണ്ടാവില്ല. പക്ഷെ അതായി വരുമ്പോ ചിലപ്പോ ഇവര് വിചാരിച്ച മാതിരി ആവും. അങ്ങനെയല്ലേ? അല്ല, ഇവൾക്ക് ആദ്യം എന്താ വെച്ചാൽ ഈ ചുമരെന്താ എങ്ങനെയെന്നൊക്കെ ചോദിക്കൂ. കാരണം ഇവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. ഒരു വീട് പണിയെടുക്കുന്ന ടൈമിലൊക്കെ ഇത് ഇങ്ങനെയല്ലല്ലോ. കാരണം അതിന്റെ പണി ഒരു 3/4 ഭാഗം കൂടി കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആയി വന്നപ്പോ അവൾക്ക് ഓക്കെയാണ്. ഈ ബെഡ്റൂം, അതായത് ചെറിയ ഞാൻ വിചാരിച്ച മാറ്റൊന്നും റൂമല്ല, ഇത് ചെറുതാണെന്ന് പറഞ്ഞിട്ട് ഒരു 2-3 മാസത്തോളം ഭയങ്കര ടെൻഷനാ. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവര് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും. ചെറുതാണല്ല വാർഡ്രോബിന്റെ സ്ഥലം, അവിടുത്തെ പ്രശ്നം അതേനി വെക്കാൻ സ്ഥലമില്ലാത്ത. അപ്പൊ ഇങ്ങനെ നോക്കിനി, അപ്പൊ ആയി വന്നപ്പോ സെറ്റായി. ഞാൻ പറഞ്ഞു എന്താ പറയണ്ടേ? അങ്ങനെയല്ല, ഇപ്പൊ നമുക്ക് സെറ്റ് അല്ലേ, നമ്മള് കുറ്റം പറയല്ലോ. ഞാൻ പൊതുവെ ഉള്ള കാര്യം എന്താ വെച്ചാൽ ക്ഷമ എന്ന് പറയുന്നത് ചവിട്ടാ. അല്ല, ഞാൻ ഓളെ കുറ്റം പറയുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കുറ്റം പറഞ്ഞു എന്നുള്ളത്. അതായത് ചില കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ എന്താവും, ആയി വരുമ്പോ അത് റെഡിയാവും. അങ്ങനെ തന്നെയല്ലേ? അല്ല, എനിക്ക് തോന്നുന്നു അതായത് ഈ അതേമാതിരി കിച്ചന്റെ കാര്യത്തിൽ അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇവളുടെ പ്രകൃതി എന്താന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷിക്കാനും മറ്റേ സിനിമേനെ കൂട്ടി പറയില്ല. എന്താണ് ഇത് കഥ പറയുമ്പോൾ പറയുമല്ലോ, ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കുകയും ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷിക്കുകയും ചെയ്യുന്നൊരു സാധാരണക്കാരനാണ്. അല്ല, എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മൾ പെൺപിള്ളാരെയൊക്കെ സംബന്ധിച്ച് കുഞ്ഞു കാര്യം ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ തന്നെ നമുക്ക് പിണക്കവും ദേഷ്യവും മറ്റേ പരിഭവവും ഒക്കെ വരുമല്ലോ. പിന്നെ അങ്ങ് പരാതിയായിരിക്കും, വലിയ കാര്യമൊന്നും ഉണ്ടാകത്തില്ല, കുറച്ച് കഴിയുമ്പോൾ അത് മാറും. അല്ല അപ്പൊ ഞാൻ ഇപ്പൊ ഈ വീട് വെച്ചപ്പോഴും ചിലപ്പം സിനുവിന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം കാണുമല്ലോ. പക്ഷെ അത് ചിലപ്പോൾ അങ്ങനെ എല്ലാവർക്കും വന്നേക്കും, ചിലപ്പോൾ നന്നായിട്ടായിരിക്കും, ചിലപ്പോൾ എന്നാലും ചിലപ്പോൾ വേറെ രീതിയിലൊക്കെ ആയിരിക്കും വന്നേക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഇല്ലിക്ക ഞാൻ പറഞ്ഞതല്ല, ഇതങ്ങനെ വേണ്ട, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് അല്ല, ഇപ്പൊ ടോട്ടലി മൊത്തത്തില് നമുക്ക് നമ്മുടെ പേരെ ഭയങ്കര ഇഷ്ടമായി അല്ലേ? കാരണം നമ്മുടെ വീട്ടിലിരിക്കുമ്പോ നമ്മള് അഹങ്കരിക്കല്ല, പക്ഷെ നമുക്ക് എല്ലാം കൊണ്ടും അടിപൊളിയാ. ഞാൻ ഈ പേരുന്ന ഇപ്പൊ പൂക്കന്നല്ല, കുറെ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്.
ഈ കോണിക്ക് അതുപോലെ ഗ്ലാസ് ഞാൻ പറഞ്ഞിനി, പക്ഷെ ഇത് വെച്ച് വന്നപ്പോ അതിങ്ങനെ പറഞ്ഞു ഞാൻ അതേനി ഭംഗി, പക്ഷെ ഇത് വെച്ച് അല്ല ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു വന്നാലേ ഭംഗി ഉണ്ടാവുക അല്ലേ? അങ്ങനെ തന്നെ ചിലത് നമ്മൾ അത് ചെയ്ത് വരാനുള്ള ഒരു ഇത് കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ വീട്ടിലെ നിങ്ങൾക്ക് ഇരിക്കാൻ ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? എനിക്ക് നമ്മുടെ നടുമുറ്റത്തിലെ അതിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. ഈ എവിടെ ഇരിക്കും അടുക്കളയിലോ? ഞാൻ തോന്നി സിറ്റൗട്ടിലായിരുന്നു. ഇവരൊക്കെ കുടുങ്ങിയെടുക്കണേ, എന്നെ കുറ്റം പറയാൻ പറ്റൂല. ഫുൾ ക്യാമറയാണ് ഇവിടെ. ഇവിടെ അല്ല, ഉള്ളിലില്ല. ഉള്ളിലൊക്കെ ഉണ്ട്. എവിടെ? നിങ്ങൾക്ക് ഐസി വെച്ചാ നിൽക്കുന്നത് ചിപ്പ്. നിങ്ങൾ പോണതൊക്കെ അല്ലേ വിളിച്ചപ്പോ റെക്കോർഡാ, ഇവിടുന്നൊക്കെ വിളിച്ചാൽ അതിലൊക്കെ കേൾക്കും. ഇവിടെ കേൾക്കുമ്പോൾ തുണക്കാര്യത്തിന് വിളിച്ചിട്ട് ഈ ചങ്ങായി അങ്ങനെ തന്നെ നേരം വൈകിട്ടാ വരിക, അതൊക്കെ ഞാൻ അവിടെ ഇരുന്ന് കേൾക്കുക. ഉമ്മ ഇതൊന്നും അറിഞ്ഞില്ല കേട്ടോ ഇത്രയും നാള് തൊണ്ടെന്നുള്ള കാര്യം. അല്ല ഉള്ളിലില്ലല്ലോ. ഉള്ളിൽ നിങ്ങൾക്ക് ചിപ്പ് വെച്ചാ നിൽക്കുന്നത്. ഇവിടുന്ന് വർത്താൻ പറഞ്ഞു കേൾക്കോ? പറ്റിച്ചു. ഇനി സൂക്ഷിച്ചൊക്കെ അപ്പൊ നാല് നേരം പോകും അങ്ങോട്ട്. വീട്ടില് വിശ്വസിക്ക ക്യാമറ 4 പുറം വെച്ച് ഉമ്മാക്കാ ഉമ്മാനെ 5 മണിക്കൊന്നും കാണൂല ഇവിടെ. ഞാൻ പോണു, നിന്റെ പഴയ വീട് മതി, നീ പെട്ടും കിടക്കൊക്കെ എടുത്ത് ഞാൻ പോയി, എനിക്ക് എന്റെ വീട് വേണം. അല്ല അത് പ്രൈവസിക്ക് പ്രശ്നമല്ലേ എന്നൊക്കെ ചോദിക്കൂട്ടോ. പക്ഷെ പ്രൈവസി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ വീടിനുള്ളൊരു പ്രൊട്ടക്ഷൻ. ഉമ്മ അള്ളോ ചതിച്ചല്ലോ. നമുക്ക് പ്രൊട്ടക്ഷനും ഇവർക്ക് പേടി. ഇപ്പോൾ ഞാൻ നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ തുടക്കണേ കണ്ടപ്പോ എങ്ങനെ കണ്ടു വെച്ചപ്പോ ഫോണില് കണ്ടു. ഓളല്ല എന്റെ ഫോണില് നേരത്തെ തുടക്കണ് കണ്ടു. ഇത്രേ ഞാൻ എന്താ നേരത്തെ സിറ്റൗട്ട് തുടക്കും. ഒരു മനുഷ്യന്മാര് കേറി വന്ന ചളി കണ്ട വേറെ ഇതല്ല. പിന്നെ നിങ്ങൾ നേരത്തെ തുടക്കണ ഞാൻ കണ്ടു. ഉമ്മ ഇന്റർവ്യൂ ചെയ്യേണ്ട ആൾ ചെക്ക് ചെയ്യുന്നത് എവിടൊക്കെ ഉണ്ട് ക്യാമറ ഇതല്ലേ? ഉമ്മക്ക് അറിയില്ല എവിടൊക്കെ ഉണ്ടെന്ന്? ഇല്ല, ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചക്കര പറഞ്ഞൊന്നു ചുറ്റുണ്ട്. പിന്നെ എവിടെ പോയി മൂത്രം അല്ല പുറത്തൊന്നും പോയി മൂത്രം കഴിക്കരുത്. പുറത്ത് അതകത്തുണ്ടല്ലോ ഉമ്മ. അത് പണ്ടത്തെ ശീലാണെന്ന് പറയണേ. പണ്ട് നമുക്ക് സ്വന്തമായിട്ട് ബാത്റൂം പോലും ഉണ്ടായിരുന്നില്ല. അന്ന് ആരാന്റെ തൊടികളൊക്കെ ആശ്രയിച്ചിരുന്നു. ഇപ്പൊ 5 ബാത്റൂം ഒക്കെ ഉണ്ട്. ഞങ്ങളവിടെ അല്ല ഞങ്ങള് താഴത്തെ എനിക്ക് പെട്ടെന്ന് പറഞ്ഞു തരുന്നത് അകത്ത് എത്ര ഉണ്ടല്ലോ പറ്റത്തില്ല, പുറത്തിരുന്നാലേ ശരിയാവുന്നുള്ളൂ. ചിലർക്ക് അങ്ങനെയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ഞാനൊന്നുമില്ല. കുഴപ്പമില്ല. അകത്ത് ശീലം മാറി. ഞങ്ങൾ താഴത്തെ അവിടെ ഇരിക്കുമ്പോ ഞങ്ങൾ കക്കൂസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞങ്ങളൊക്കെ പുറത്ത് കട പോയിരുന്നു. പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കക്കൂസ് അവിടെ കേറിയത്. അല്ല എല്ലാവർക്കും അല്ല പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പൊ നമ്മള് തമിഴ്നാട് വഴിക്ക് പോകുമ്പോ കാണാം ഒക്കെ റെയിൽവേ കട ഇങ്ങനെ കുത്തിരിക്കണവരാ. അതേമാതിരി അല്ലെ ഉമ്മാന്റെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ കുറച്ചു നേരം സംസാരിച്ചപ്പോ തന്നെ ആളെ പ്രീറ്റില്ലേ ഓപ്പൺ ആണ്, എന്താണ് എവിടെ പറയേണ്ടതെന്ന് അറിയൂല. അത് ചോദിച്ചാൽ ഒന്നാമത് അത് കുറ്റായിട്ടല്ല, ഓർക്ക് അറിയൂല. ഇതിപ്പോ കുറെ ആൾക്കാർ കാണുന്നൊന്നും അറിയൂല. പക്ഷെ അത് ഓപ്പൺ, നമ്മളൊന്നും അഭിനയിക്കുന്നില്ല. ബ്ലോഗിലാണെങ്കിലും നമ്മൾ അഭിനയിക്കില്ല, ഒക്കെ ജീവിക്കല അല്ലേ? ഇനി കുറച്ച് സ്റ്റാൻഡേർഡ് ആയി കഴിഞ്ഞാലും പറയിച്ചിട്ടാണ് പേടിക്കുന്നത്. അത് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതാട്ടോ. ഞാൻ തുടങ്ങുന്നത് 2000 എപ്പോഴാണ് തുടങ്ങി? യൂട്യൂബ് തുടങ്ങിയിട്ട് 3.5-4 വർഷത്തിന്റെ അടുത്തായി. പക്ഷെ അന്നൊക്കെ നമ്മുടെ ജീവിത ശൈലി കണ്ടിട്ട് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ, അന്ന് കുറച്ച് പ്രേക്ഷകരേ ഉള്ളൂ എങ്കിൽ പോലും അവരൊക്കെ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ അതിൽ കുറച്ച് ഒരു 100-ൽ 80% ആളുകൾ അന്ന് ഞാൻ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച ആൾക്കാരെ. കാരണം നമ്മുടെ ജീവിതവും നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ ഇടങ്ങേറും നമ്മുടെ ബുദ്ധിമുട്ടും അതേമാതിരി നമ്മുടെ വഴിയും നമുക്ക് ബാത്റൂം സൗകര്യവും മഴക്കാലത്ത് ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ടും വാപ്പാൻ്റെ അസുഖം വരുമ്പോൾ ടൈമിലൊക്കെ ഇവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇച്ചൊരു വീട്ടിലോട്ട് മാറ്, നല്ലൊരു വീട്ടിലോട്ട് മാറ്, റോഡ് സൈഡിലോട്ട് മാറ്, എന്തിനാണ് ഇങ്ങനെ ഇടങ്ങേറാവണം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി 5 നേരം പ്രാർത്ഥിക്കുന്നുണ്ട്, ദുആയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമായിരുന്നു. കാരണം ഇത്രയും ആളുകളില്ലാത്തൊരു കാലത്ത് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും പ്രേക്ഷകരുണ്ടല്ലോ എന്നുള്ള സപ്പോർട്ടാണ്, എന്നുള്ള പ്രതീക്ഷ. ആ പ്രതീക്ഷയിലാണ് ഞാൻ ഇന്ന് വരെ ഞാനിവിടെ ഇതുവരെ എത്തിയിട്ടുള്ളതും ഇതുവരെ നിൽക്കുന്നത്. കാരണം ഇവരെൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇപ്പോൾ അതിലൊരു 80%-ൽ 70% എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ അന്ന് പറഞ്ഞ അതേ അക്കൗണ്ടും അതേ കമൻ്റുള്ള ആളുകളാണ് ഇപ്പോൾ പറയണത് അഹങ്കാരം കൂടി, പടച്ചോനെ മറന്നു, എന്താണ് പാവങ്ങളെ സഹായിച്ചൂടെ, അങ്ങനത്തെ സാധനം, അങ്ങനത്തെയാണ് കൂടുതൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് എന്താ? അഹങ്കാരം കൂടി എന്നുള്ള.
അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നത്. എന്തുകൊണ്ടാണ് അഹങ്കാരം കൂടി എന്ന് എനിക്ക് അറിയുന്നില്ല. വലിയ പെര കയറ്റുകൊണ്ടാണോ അല്ല അഹങ്കാരം? ശരിക്കും അവരത് ഏത് വീഡിയോയുടെ താഴെ വന്ന ഈ പറയുന്നത് ഈ എല്ലാ home tour ഒക്കെ കാണിക്കുന്നത്? ഡെയിലി വീഡിയോസ് ഇപ്പൊ ഞാൻ ഇപ്പോൾ കുറച്ച് ഇന്റർവ്യൂസ് കൊടുത്തു. ആ ഇന്റർവ്യൂസിന്റെ അടിയിലാണെങ്കിൽ ഇപ്പൊ ഈ ഒരു വീഡിയോന്റെ അടിയിലാണെങ്കിൽ പോലും അങ്ങനെ വരാം. നോട്ട് ചെയ്ത് വെച്ചോളൂ. ചിലപ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ വരുമെന്ന് എനിക്കറിയില്ല. നോട്ട് ചെയ്ത് വെച്ചോളൂ. അഹങ്കാരം കൂടിയെന്ന് അറിയുള്ളൂ. തള്ളേന്റെയും മോന്റെയും ഭാര്യയുടെ ഒക്കെ ഇത് കണ്ടില്ലേ എങ്ങനെ ജീവിച്ചോലാണെന്ന് പറയും. അതായത് ആർക്കും ഈ പൊതുവെ സമൂഹത്തിൽ നമ്മൾ ആരും നന്നാവണത് പറ്റൂലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വിചാരിക്കുന്ന മാതിരിയൊന്നുമല്ല കാര്യങ്ങൾ. അത് എന്ത് കാര്യത്തിലും. ഇപ്പൊ ഈ കമന്റ് ഇടുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു അറിയാത്തവരാണെന്ന് പറയാം കുറെയൊക്കെ. ഒക്കെ അറിഞ്ഞ പോലെ തന്നെ ആയിരിക്കും, കുറെ അറിയാത്തവരെ ഞാൻ പറയട്ടെ, നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ഉമ്മയ്ക്ക് 100% ഉറപ്പ് എല്ലാം അറിയുന്നവരൊക്കെ എല്ലാം അറിയല്ലോ തന്നെയാണ്. അറിയണവരും ഉണ്ട്, അറിയാത്തവരും ഇപ്പൊ നമ്മളെ കുറിച്ച് ഇപ്പൊ പണ്ട് ഞങ്ങൾ കഞ്ഞി കുടിച്ചിരുന്നു, ഇപ്പൊ അൽഫാമും ബിരിയാണി ഒക്കെ തിന്നിട്ട് അതൊന്നും പറ്റുന്നുണ്ടായില്ല. വലിയ പെരയിലൊക്കെ കുത്തിരിക്കല്ലേ. അല്ല, ഈ അറിയാത്തവര് നമ്മളെ കുറ്റം പറയേണ്ട ആവശ്യം എന്താ? ഓർക്ക് നമ്മളെ പഴയത് അറിയൂല, അറിയുന്നവരെ നമ്മളെ കുറ്റം പറയുള്ളൂ. അവർക്കാണ് നമ്മൾ എങ്ങനെ ജീവിച്ച് വന്നതാണ്, ഏത് ജീവിത രീതിയിൽ വന്നാണെന്ന് അറിയുള്ളൂ ഫുള്ളായിട്ട്. പക്ഷെ എന്തുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഞാനൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെ കേട്ടോ, നമ്മളും നമ്മളെ കൂടെ ഉള്ളവരൊക്കെ രക്ഷപ്പെടണം എന്നാ. പക്ഷെ രക്ഷപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ വരുന്ന കാര്യം ഇതൊക്കെയാ ഏറ്റവും കൂടുതൽ വന്നത്. ഞാൻ പറഞ്ഞു ഇപ്പൊ പൊതുവെ പിന്നെ കുടുംബത്തിൽ നിന്നാണെങ്കിൽ പോലും പറയുന്ന പോയി വീട് പണി എടുക്കുന്ന ടൈമിലൊക്കെ വരുന്നത് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇപ്പൊ അവരൊക്കെ പറയുന്ന കീഴ്പ്പെട്ട് നോക്കി പെരുമാറിക്കോ വന്ന വഴി മറക്കരുത്, ജന്റെ മോനോട് എന്താ പറഞ്ഞ പൊതുവെ നാട്ടിൽ നിന്ന് ആൾക്കാർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്താ പറഞ്ഞേ, ഓൻ വലിയ ആളായി നേരിട്ട് എന്ത് പറയും ആൾക്കാരും ഇങ്ങനെ പറയും. അതാ ഓലോടൊക്കെ 4-5 കാറൊക്കെ നിൽക്കുന്നുണ്ടാവും. ഇപ്പൊ കാറ് വാങ്ങിയതിന് ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു, ബുള്ളറ്റ് വാങ്ങിയതിന് എന്തൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മളെ ചെവിയിൽ ഇങ്ങനെ കേൾക്കും. ഉമ്മ നേരിട്ട് അങ്ങനെ കേട്ടിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് കേൾക്കണം. വേറെ ആൾക്കാർ നമ്മളോട് പറയും, ഇങ്ങനെ പറയുന്നുണ്ട് അന്നെ കാറ് വാങ്ങിയതിന് ഇത്ര വലിയ കാറ് എന്തിനാ വാങ്ങണ്, നൂലോടെ 4 ലോറിയും കാറും ബസ്സൊക്കെ ഉണ്ടാവും. ഈ പാവപ്പെട്ടവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പണക്കാർക്ക് എന്തും ചെയ്യാം, പാവപ്പെട്ടവർക്ക് ശരിക്കും വേറെ പറയല്ലേ. ഈ അഹങ്കാരമാണെന്നൊക്കെ മെയിൻ ആയിട്ട് ഇവര് പറയാൻ എന്താ കാരണം എന്നാണ് ഉമ്മയ്ക്ക് തോന്നുന്നത്? അഹങ്കാരം പറഞ്ഞാൽ തന്നെ ഈ പെര കയറ്റിയുള്ള അഹങ്കാരം ആൾക്കാർക്ക്. അത് നമ്മളെ അഹങ്കാരം പറയും. നമുക്ക് അഹങ്കാരമില്ല കേട്ടോ. നമുക്ക് അഹങ്കാരം ഉണ്ടോ? ഞങ്ങൾ അന്നും ആ മാക്സിയും ആ ഷാളൊക്കെ തന്നെ ഇടുന്നത്. അവിടെ അഹങ്കാരം കൊണ്ട് ഷാളിന്റെയും മാത്രം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പൊതുവെ അങ്ങനത്തെ ഒരു ചിന്താഗതി ആളുകൾക്ക് വരാനുള്ള കാരണം സാധാരണക്കാരൻ നേരാവുന്നോണ്ടാ. എന്താ വെച്ചാൽ നമ്മളെ മേത്ത് തട്ടൂല, നമ്മളൊരു ആൾക്കൊരു ഞാനിപ്പോ 3-4 ഞാൻ പറയും എന്റെ മക്കൾക്കും ഇച്ചുന്റെ മേത്ത് തട്ടൂല. ഞാൻ ഇതിലേറെ പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ, ഈ പറയണതൊന്നും ഞാൻ കേട്ടതിന്റെ ഒരു പകുതി പോലും എത്തിയിട്ടില്ല എന്നല്ല. ഇതിലും പല കാര്യങ്ങള് എടങ്ങേറാക്കുന്ന കാര്യങ്ങൾ കേട്ടു വന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്ക് സങ്കടം വരുന്ന എന്താ വെച്ചാൽ ഈ രക്ഷപ്പെടാൻ പറയുന്ന ആൾക്കാരാണ് നമ്മളെ വന്നിട്ട് അഹങ്കാരികൾ എന്ന് പറയുമ്പോഴാണ് നമുക്ക് സങ്കടം. നേരെ മറിച്ച് നമുക്ക് ഒരു വിശ്വാസവഞ്ചന എന്നൊക്കെ പറയൂലേ, ഇവര് പിന്നെ എന്തിനാ ഞാൻ രക്ഷപ്പെടാൻ പറഞ്ഞേ, അങ്ങനെ ചിന്തിച്ചു പോവാണ്. ഇപ്പൊ ഞാൻ പണ്ട് കേട്ട കുറേ കാര്യങ്ങളൊന്നും ഇവിടെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ. അതായത് ചില നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളവിടെ കുറേ നേരം ഒന്നും ഭക്ഷണം കഴിക്കാൻ പറ്റൂല. അതായത് നമ്മൾ കഴിക്കണതിന് ലിമിറ്റ്. അതേമാതിരി നമ്മളൊക്കെ ഒരു വീട്ടിലേക്ക് വിളിക്കുകയാണെങ്കിൽ പോലും എന്തിനാ വിളിച്ചിരുന്നത്, ഉമ്മയൊക്കെ അവിടുത്തെ പാത്രം കഴിക്കണം, അല്ല അവിടുത്തെ പാത്രം കഴുകണം. ഇപ്പം ഞാനാണെങ്കിൽ അവിടെ വിളമ്പി കൊടുക്കണം. അതായത് പൊതുവെ ഉള്ള കാര്യങ്ങളാണ്. അവരങ്ങനത്തെ രീതിക്കാണ് ആ ഒരു കണ്ണിലാണ് നമ്മളെ കാണുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കണ്ണിന്ന് ഇപ്പം ഞങ്ങൾ ഉമ്മയാണെങ്കിൽ ഇതായി സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ വീഡിയോ ഇടുമ്പോൾ അവരിങ്ങനെ കാണുന്നത്, ഞാനാണെങ്കിൽ ബ്രസ കാറിൽ ഇങ്ങനെ ഓപ്പൺ ഗേറ്റൊക്കെ തുറന്ന് പോകുന്നത്. അല്ല പിന്നെ 4 കെട്ടിലിരുന്ന് ഇങ്ങനെ നമ്മൾ എല്ലാവരും പരാതി ഞാൻ എൻ്റെ വീട്ടിനെ കുറിച്ച് പൊങ്ങച്ചം പറയുന്നു എന്നുള്ള. എൻ്റെ വീടിനെ കുറിച്ച് പൊങ്ങച്ചം പറയല്ല. ഇപ്പൊ ഞാൻ വൈറ്റ് കിച്ചൺ ചെയ്തു വെച്ചാൽ എനിക്ക് വൈറ്റ് കിച്ചൺ എന്ന് പറയാൻ പറ്റുള്ളൂ. അതെന്തിനാ ഈ പൊങ്ങച്ചം കണക്കാക്കുന്നത്? ആ കാണുന്നിടത്താണ് തെറ്റ്. ഞാൻ ഇപ്പോൾ വൈറ്റ് കിച്ചൺ ചെയ്ത് ഞാൻ പറയലുണ്ട്, ഇത് ഇത്ര കോസ്റ്റ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെയൊക്കെ ആളുകൾ ചിന്തിക്കുന്നത് ഈ കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല, എൻ്റെ ഒരു കിച്ചൺ എന്ന് പറയുന്നത്. നമ്മൾ ആളുകൾക്ക് നല്ലത് പറയാൻ പോലും നമുക്കിപ്പോൾ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ സത്യം പറഞ്ഞാൽ ഒരാൾ നന്നാവണത് ഇവിടെ പറ്റൂല.